അങ്ങനെ ഇതാ നമ്മൾ ആവണിക്കുട്ടീനെ അംഗൻവാടിയിലാക്കി ഇതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ ആവണിക്കുട്ടീനെ അംഗൻവാടിയിൽ ആക്കുന്ന വരെയുള്ള പോർഷനാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെ ഇതാ ആവണിക്കുട്ടി അംഗൻവാടിയിലാക്കി വന്നതിന് ശേഷം കുറച്ച് കുടിക്കാനൊക്കെ വെള്ളം വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് തിളച്ചതിന് ശേഷം പിന്നെ നേരെ ചായ ഇട്ടു കേട്ടോ. അപ്പോൾ ചായ ഒക്കെ ഫ്ലാസ്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചായ കൊണ്ട് നമ്മൾ നേരെ പോകുന്നതേ നമ്മുടെ ചേച്ചിമാരുടെ അടുത്തേക്കാട്ടോ. കാരണം നമുക്കിത് ചേച്ചിമാർ പണിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് പേരുണ്ട് കേട്ടോ പണിക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ചായ ആയിട്ട് ഞാൻ നേരിന് അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ക്ലൈമറ്റ് കുറച്ചൊന്നും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ കാണിച്ചൊരു ടൈമിൽ നല്ല കോടയായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പോർഷൻ കണ്ട കൂട്ടുകാർക്ക് അറിയുണ്ടാവും. ഇപ്പോൾ നോക്കി ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന ഒരു തണുപ്പൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വഴിക്ക് തന്നെ ആട്ടോ പോകുന്നത്. നമുക്കിനി റോട്ടിൽ കൂടെ പോകുന്ന ആ ഒരു ഭാഗത്തായിട്ടാട്ടോ ഒരു പണി ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള ഏലത്തിനാട്ടോ ഇന്നത്തെ പണിയുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് എന്താ പണിയെന്നും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നോക്കി പോകുന്നതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മുടെ പയറാട്ടോ. പയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്ക ദിവസങ്ങളിലും പറിക്കാറുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പയറും ഉണ്ട്. കാരണം നല്ല ഹൈ ഈൽഡായിട്ടുള്ള വിത്തുകൾ നോക്കിയിട്ടാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഗുണം നല്ല രീതിയിൽ തന്നെ അതിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കിനി പതുക്കെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിനി എത്ര നടന്നാലും അങ്ങനെ പെട്ടെന്നൊന്നും മടുത്തൂല കേട്ടോ. കാരണം നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ പെട്ടെന്ന് മടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ വെയിൽ വരുന്നതാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഒന്ന് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ ഒരു കോടയൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ റോഡിനെ പറ്റി പറയാതിരിക്കണമെന്നല്ലോ. കാരണം അത്രത്തോളം ശോകകരമായിട്ടുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡ്, അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള കാടൊക്കെ കഴിഞ്ഞ ദിവസം കാട് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഓരോ മഴയിൽ നോക്കിയതാ ഈ ഒരു ഭാഗനെ ഇടിഞ്ഞിരുന്ന് നോക്കി കുറച്ചങ്ങ് ഇടിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചുമന്ന മണ്ണും കൂടിയാണ്. അപ്പോൾ ഒരു തിട്ടാട്ടോ ഇതിപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്നതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ വെള്ളം വന്ന് അവിടെ നിന്ന് ഇടിഞ്ഞിടിച്ച് നോക്കി കുറച്ചങ്ങ് പോകുന്നിരിക്കും കേട്ടോ. അപ്പം നല്ലതാ നമുക്ക് കുറച്ച് കൂടി ഒന്ന് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ളത്. പിന്നെ ഇതാ റോഡിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഫുള്ള് നമ്മുടെ താഴേക്കൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ സൈഡിലായിട്ട് ബ്ലോക്ക് പുല്ലാട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നോക്കി ആകാശം ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ മഴയൊന്നും ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഏലത്തിൻ്റെ ഉള്ളിലാണല്ലോ പണി. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നനയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നാണെങ്കിൽ കുറച്ച് കൊലയും കൂടി വെട്ടിയിട്ടുണ്ട് കേട്ടോ, വാഴക്കൊല. ഇനി വാഴക്കൊല വേണ്ടി വരുമ്പോഴത്തേനൊരു ചിലപ്പോൾ നേരത്തെ അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും കേട്ടോ. അപ്പോൾ പിന്നെ അവർ എടുത്തിട്ട് പോക്കുള്ളപ്പോൾ കുറച്ചധികം നേരം ഇരിക്കേണ്ടത് മൂടിയിട്ടിരിക്കുവാണേ. അങ്ങനെ നമ്മൾ ചായയൊക്കെ ആയിട്ട് പറമ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചിമാർ തകർത്തിവിടെ പണിയിലാട്ടോ. അപ്പോൾ പണി എന്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കായ എടുത്തുകൊണ്ടിരിക്കുവാണേ, ഏലക്കായ. എന്തായാലും നമ്മളിതാ ചായ കൊണ്ട് എത്തിയപ്പോഴത്തേനും അവരിതാ വേറെ ചൂടുകളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പറിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ചായ കുടിക്കാമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അവർ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കായ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാ പണികളും ചെയ്യുന്ന പോലെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയൊന്നും അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടി എക്സ്പേർട്ട് ആയവരാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത് മൂത്ത കായ, അതുപോലെ തന്നെ പഴുത്ത കായ, അതുപോലെ തന്നെ കായത്തിനൊരു 3-4 ഇനങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കായ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതായത് കായ എടുക്കാൻ ഒട്ടും അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിഞ്ചൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കുന്ന ടൈമിലായാലും തൂക്കം കിട്ടില്ല. അത് നമ്മുടെ ചെടിയിൽ പിഞ്ചെല്ലാം നമ്മളിങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് കായ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ എക്സ്പേർട്ട് ആയതുപോലെ തന്നെ കായ എടുത്ത് നല്ല രീതിയിൽ തന്നെ വശമുള്ളവർ തന്നെയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാനും കൂടി പറ്റുള്ളൂ. അപ്പോൾ നല്ലതാ ഒരു കായ നല്ല രീതിയിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ നാളുകളായിട്ട് ഈ ചേച്ചിമാരനെ ആട്ടോ ഇവിടെ പണിക്ക് വരാറുള്ളത്. നമ്മുടെ കായ എടുക്കലിൻ്റെ പരിപാടിക്ക്, അതുപോലെ തന്നെ ഏലം മുറിക്കാൻ ഒക്കെ ഇവർ തന്നെ ആട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഇന്ന് കായ എടുക്കലായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും ഓരോ ബക്കറ്റ് വീതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും പറിച്ച കായകൾ ഓരോരോ ബക്കറ്റുകളിലായിട്ട് ഇടും. അതിന് ശേഷം ഇവിടെ തന്നെ നമ്മളൊരു ചാക്ക് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് എന്ന് പറയുന്നതനുസരിച്ച് അവർ പറിച്ചെടുത്ത കായകൾ മൊത്തം ആ ഒരു ചാക്കിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്രാവശ്യം നമുക്ക് കായ പറിക്കുമ്പോൾ കായ വളരെ കുറവാട്ടോ. അത് വേറൊന്നും അല്ല, കാരണം നമുക്ക് ശരിക്കും കായ പറിക്കേണ്ട ടൈം ആവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കായ പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള കായ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു പഴയ ശരത്തിലെ കായകൾ മാത്രമാട്ടോ ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഉണ്ടായതൊക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഇനി കുറച്ച് ഡേയ്സ് കൂടി കഴിഞ്ഞാൽ അത് നമുക്ക് വിളവെടുക്കാൻ പാകമാവുള്ളൂ. അപ്പോൾ പിന്നെ കായ പഴുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ പറിച്ചില്ല എന്നുണ്ടെങ്കിലും കായ് പെട്ടെന്ന് തന്നെ കുറയും കേട്ടോ. അത് വേർന്നതാണ് ഈ തവള അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സീഡ് ഉണ്ടാവില്ല. അത് നമ്മുടെ ഈ ഒരു ഏലക്കായ പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സീഡ് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് പല സംഭവങ്ങളും ഇവിടെ എത്തും. അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തോട് മാത്രമേ അതിൻ്റെ ചൂട്ടിലുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പല ചൂടുകളിലും നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഉള്ളിലുള്ള ആ ഒരു സീഡ് മൊത്തം കഴിച്ചിട്ട് തോട് ഇങ്ങനെ ചിന്നി ചെതറി ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടി നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ.
അപ്പം എന്തായാലും നമ്മുടെ പണിയൊക്കെ ഇതാ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പം നമുക്ക് കുറച്ച് മാങ്ങ പറിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ ഇതാ ഇപ്പോഴാട്ടോ ഒന്ന് മൂത്ത് തുടങ്ങിയത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങിക്കാണും. എന്തായാലും നമുക്ക് ഇപ്പോഴാട്ടോ നല്ല രീതിയിൽ തന്നെ മാങ്ങ ഒന്ന് മൂത്തി വളഞ്ഞു തുടങ്ങിയത്. ഇനി നമുക്ക് ഇതാ കൈയോടൊന്ന് പറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴിപ്പിച്ചെടുക്കാം. നല്ല മാങ്ങ കേട്ടോ, പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. അതേപോലെ തന്നെ പച്ചയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പുളിയും ഉണ്ട് കേട്ടോ. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണോ. അപ്പോൾ ഇതാ ഏട്ടനുള്ളതുകൊണ്ട് തന്നെ നേരെ മരത്തിൽ കയറിയിട്ട് ഒരെണ്ണം പോലും താഴെ വീഴ്ത്താതെ കറക്റ്റായിട്ട് പറിച്ചെൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം താഴേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു ബക്കറ്റ് കൊടുത്തിട്ട് എല്ലാം പെറുക്കിയിടണം. അപ്പോൾ ഇതാ വെള്ളയ്ക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് മാത്രം നമ്മളിപ്പോൾ പറിച്ചിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ മാങ്ങകളിൽ ചെറിയൊരു കളർ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ, അത് വേറെ ഒന്നുമല്ല ഗൈസ്. നമുക്കിവിടെ കോട വളരെ കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ കോട കാരണം കേട്ടോ ഇങ്ങനെ കോടമുടിയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് മാങ്ങയിലൊക്കെ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും പറിച്ച മാങ്ങയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചേച്ചിമാർ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പരിപാടിയും കൂടി കഴിഞ്ഞപ്പോഴത്തേന് 3 മണി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2:50 ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ആവണിക്കുട്ടീനെ കൂട്ടിയിട്ട് വരാനാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഏട്ടനില്ല കേട്ടോ, ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂട്ടി ആണെങ്കിൽ നമുക്ക് ചെറിയൊരു പണി തന്നിട്ടിരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏട്ടനിലേക്ക് സ്കൂട്ടിയിലാട്ടോ പോയിട്ട് വിളിച്ചിട്ട് വരാറ്. റോഡ് ഭയങ്കര മോശമാണ്, എന്നാൽ കൂടി നമ്മളെന്തായാലും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ വഴിക്ക് തന്നെ പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് നടക്കലല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും പതുക്കെ അങ്ങ് നടക്കാം കേട്ടോ. അപ്പോൾ വെയിൽ അങ്ങനെ വലിയ ഇതിൽ കുത്തുന്നൊരു വെയിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ നടക്കാം. ആളെന്താ അവിടെ പരിപാടി നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ വണ്ടിയും കൊണ്ടാണ് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ഓടി ഗേറ്റിൻ്റെ അവിടേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നടന്നാണല്ലോ പോകണം. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് നേരെ പോയിട്ട് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടാർപ്പായിട്ട് മൂടിയിട്ടുള്ളത് നമ്മുടെ ചാണകപ്പൊടി. അതായത് ചാണകപ്പൊടി എന്ന് പറയാൻ പറ്റില്ല, ഒരുപാടങ്ങ് പൊടിയായിട്ടില്ല കേട്ടോ. ചെറിയൊരു നനവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇടാനുള്ളതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഒക്ടോബർ ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇറക്കി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ആ ടൈം ആകുമ്പോഴത്തേനും കുറച്ച് വെയിലൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് കൊത്തി ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതി തന്നെ ഉണങ്ങിയും കൂടി കിട്ടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണേ. അപ്പോൾ നോക്കിയാൽ നല്ല രീതി തന്നെ തെളിഞ്ഞു കിടക്കും കേട്ടോ ആകാശമൊക്കെ. അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു ചെടി ഒരുപാടുണ്ട് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അത്തപ്പൂക്കളത്തിലെ ഒരു മെയിൻ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടാവും കേട്ടോ പണ്ടൊക്കെ ആയാലും. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും ഒന്നും കാണാറില്ലാണ്. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരമായാലും നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മിണ്ടാകാതെ പോയിട്ട് എന്താണ് ചെയ്യണമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവളറിയാതെ നമ്മൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഫോൺ വെച്ചിട്ടാണ്. ഇന്ന് വണ്ടി എടുക്കാതെ വന്നോണ്ട് തന്നെ ആള് ഞാനിവിടെ എത്തിയതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആൻറ്റി ആളുടെ അടുത്തത് അമ്മയുടെ കുട്ടിയാണോ അച്ഛൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ നേരെ പറഞ്ഞത് അച്ഛൻ്റെ കുട്ടിയാണെന്നാണ്. അപ്പം എന്തായാലും നമുക്കിനി നോക്കി നോക്കാം കേട്ടോ ആൾ ഇനി എന്തൊക്കെയാണ് പരിപാടി എന്ന്. ഞാൻ എന്തായാലും വന്നപ്പോൾ ആ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര വരയ്ക്കലായിരുന്നു കേട്ടോ. ഒരു പെൻസിലും ഉണ്ട് കേട്ടോ കയ്യിൽ. ഹായ് അവണിക്കുട്ടി. അവണിക്കുട്ടി ആരുടെ കുട്ടിയാ? അമ്മയുടെ കുട്ടിയാണോ അച്ഛൻ്റെ കുട്ടിയാണോ? ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എല്ലാം കേട്ടു കേട്ടോ. കള്ളിപ്പെണ്ണേ നടന്നാ വന്നേ. ശരി നടന്നു പോവാ. പുറത്തിയാടിയേ എപ്പോഴാ പുറത്തിയാടിയേ? ആ എന്ത് ബനാന കണ്ടു ബനാനേൻ്റെ അടുത്തേക്കാണ് ഓടണേ. പോവാ കാറ്റ്. ഇവളിങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഇവളുടെ പുറകെ ഞാനും ഓടേണ്ടി വരുന്നതാട്ടോ തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നടന്നു പോകാന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ എടുക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര നേരത്തേക്കാന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. അതേപോലെ ഇപ്പം ഈ പിണങ്ങി നിൽക്കുന്നത് കാരണം കേട്ടോ. അവിടെ നമ്മൾ പോകുന്ന അതായത് നമ്മളിപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുളത്തിലേക്ക് ആൾക്ക് കല്ലെറിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഈ ഒരു ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഓടി ഓടിതാൻ മടുത്തു കേട്ടോ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ മടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങൾ അവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാട്ടോ വരും. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. എന്താ നിന്നേ? എന്താ കുട്ടി? അയ്യോ മരം വീണോ? സാരില്ല. അവൻകുട്ടി നടന്നു വായോ, ഓടി വാ. വലിയ മരം വീണോ? ഇപ്പൊ എന്ത് ചെയ്യും? എങ്ങനെ ശരിയാക്കും?
കത്രിക എടുത്ത് വെട്ടുവോ? ആ ശരി ശരി, കത്രിക എടുത്ത് വെട്ടിയാൽ പെട്ടെന്ന് മുറിയില്ലേ? അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി പറഞ്ഞത് വേറെ ഒന്നും അല്ല കേട്ടോ. ഇതാ ഇവിടെ വീടിനടക്കുന്ന ഈ ഒരു മരത്തിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിടാൻ നോക്കി നന്നായിട്ട് തന്നെ ഒരുപാട് മരങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് വീണിട്ടുണ്ടായിരുന്നു. ലൈൻ കമ്പിയുടെ മേളിൽ കൂടി അല്ലാതെയൊക്കെ ഇട്ട് നോക്കി. ഇതൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് എന്തായാലും. ആ ചക്ക ചക്ക, എന്താ അത്? ആ കണ്ടു കണ്ടു. ആവണി എന്താണ്? ജാക്ക് ഫ്രൂട്ടോ? എന്തിന്റെ പേര് ജാക്ക് ഫ്രൂട്ട്? തക്കാളി പേരോ? അപ്പൊ അവിടെ തക്കാളിയാണോ പ്ലാവിലുണ്ടായിരിക്കണേ? എടി കുറുമ്പി, അയ്യോ പാമ്പുണ്ടോ? കടിക്കോ അത്? ഒന്നും ചെയ്യില്ല പാമ്പ്. ശരി ശരി, അപ്പൊ നമുക്ക് പോവാ അല്ലേ? ആവണീനെ കൂട്ടാൻ പോകുമ്പോൾ ഞാൻ കുറച്ച് ബോറടിച്ചെങ്കിലും ഇതാ നോക്കി ആവണി കൂടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ബോറടി ഇല്ലാട്ടോ. നമ്മുടെ കുട്ടി കുറുമ്പി ഇതാ അവൾക്കിനി പറയേണ്ടാത്ത വിശേഷങ്ങളൊന്നും ഇല്ലാട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറേ സാധനങ്ങളെ പറ്റിയിട്ട് ആളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി അവനിക്കൊരു സങ്കടം? ചട്ടി പൊട്ടിപ്പോയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മക്ക് ശരിയാക്കാം, എന്ത് വന്നാലും നമുക്ക് ശരിയാക്കാം അല്ലേ? ഇനി അവിടെ ഇട്, നമുക്കത് വേണ്ട, പൊട്ടിപ്പോയില്ലേ? പോവാ നമുക്ക്. എങ്ങനെ വേറെ വാങ്ങാന്നോ? പൊട്ടാത്തത് വാങ്ങാം അല്ലേ? അത് പൊട്ടി, അത് വേണ്ട എനിക്ക്, അത് വേണ്ട. ആ ശരി ശരി, ഓക്കെ. എങ്ങനത്തെയാ വാങ്ങണ്ടേ? പുളിയോ? ഇവിടെ പുളിമാറ്റൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ പുളിയുണ്ട്, വാ. അവിടെ നിന്ന് ഞാൻ പുളി എടുത്തു തരാം, വാ. പോണ വഴിക്കുണ്ട്, വാ. വീടെത്തിയില്ല, കുറച്ചു നേരം കൂടി ഉണ്ട്. എന്താണ് കള്ളിപ്പെണ്ണെ? മാലയൊക്കെ ഈ പോക്കറ്റിൽ വെച്ചിരിക്കുക അല്ലേ? അമ്മ പോവാണേ, സമയം പോയി. ബാ ബാ ബാ, പതുക്കെ വാ, പതുക്കെ. വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ചീവിയുടെ കിടന്ന് നേരത്തെ തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ആവണിക്കുട്ടീനെ അംഗനവാടി വിട്ടതിന് ശേഷം മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളത് ആ ബക്കറ്റിലാക്കിയിട്ട് മാങ്ങ കൊണ്ടുവരുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ ചാടിപ്പോയിട്ടായിരുന്നു. അത് നോക്കി നമ്മുടെ ആവണിക്കുട്ടി കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ മാങ്ങ ഒരു ചോദിച്ചോണ്ടിരിക്കട്ടെ. എടുത്തോന്ന്. എങ്ങനെ? മാങ്കോ അടിപൊളി, ഗുഡ് ഗേൾ ആണല്ലോ. അച്ഛൻ്റെ ആറ്റ് പോയി, അതല്ലേ നമ്മൾ നടന്നേ. അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി, ബാ. ഡ്യൂട്ടി ദൂരെ, ഓടി വാ. അവിടെ അങ്കവാടിക്ക് പോയി. അച്ഛ അപ്പൊ ഡ്യൂട്ടിക്ക് പോയി. നമുക്ക് എവിടേക്കാ ഡ്യൂട്ടിക്ക് പോണ്ടേ? ഇല പറിക്കാൻ ഡ്യൂട്ടിക്ക് പോവാന്നാ? ആ ശരി, നമുക്ക് പോവാ. അട ഉണ്ടാക്കാനോ? എടി കള്ളി, അട വേണോ? അപ്പോ ഇന്ന് അട വേണ്ടി വരുവോ? എന്നാ ശരി, കേറി വായോ. അവിടെ നിന്നോ, ആരെങ്കിലും പിടിച്ചോണ്ട് പോട്ടെ അവനിക്കുട്ടീനെ. നമ്മളത് അങ്ങനെ നടന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മളിനി ആണിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി അവൾക്കിനി ചായക്ക് കൊടുക്കട്ടെ. അപ്പം നല്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞങ്ങൾ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല വെയിലാണ്, നല്ല പൊള്ളുന്ന വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. ടാറ്റ കൊടുക്ക്, ബൈ പറ, ടാറ്റ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നൊരു ടൈമിലായിട്ട് നോക്കി നല്ല കുട എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു 4 മണിയൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേനും കേട്ടോ ഇത്രയും നല്ല ഹാർഡായിട്ട് കുട ഇറങ്ങിയിട്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു വീഡിയോ തുടങ്ങുന്ന ഒരു ടൈമിൽ ഈ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നോക്കിയാൽ വൈകുന്നേരം ആയി തുടങ്ങുന്നുള്ളത് 4 മണിയൊക്കെ ഏകദേശം ആയിട്ടുള്ളൂ. അപ്പോൾ തീരോട്ട് ഇത്രയും നല്ല ഹാർഡായിട്ട് കോട ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചേച്ചിമാരൊക്കെ പണിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ചായ എല്ലാം കൊടുത്തു. നമ്മുടെ ആളിക്കുട്ടിയാണെങ്കിൽ അവരുടെ അടുത്ത് അവളുടെ അംഗനവാടിത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് അവരുടെ അടുത്ത് ഇങ്ങനെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ
എന്നാണെങ്കിൽ ഏട്ടന് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ചേച്ചിമാരെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കുന്നതൊക്കെ ഏട്ടനല്ലേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അവരെന്തായാലും. അപ്പോൾ ഓട്ടോ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും 5 മിനിറ്റിനുള്ളിൽ എന്നാലും ഓട്ടോ എത്തുന്നുണ്ടോ. അപ്പോൾ കഴിച്ച ആവണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചേച്ചിമാരെ കൊണ്ട് ആളുടെ വണ്ടിയിൽ ഓരോ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് ഓരോരോ പരിപാടിയൊക്കെ ഉണ്ടാവും. അതായത് കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ